ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ്. അതായത് ഒരു സൈഡിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു സർക്യൂട്ട്, ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ലാസർ. ആ ലാസർ സർക്യൂട്ടിൽ ഒരു സെൻസർ ഉണ്ട്. ആ സെൻസറിലോട്ട് ഈ ലാസർ അടിക്കും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അത് സെൻസറിലോട്ട് അടിക്കുന്നത് നിന്ന് പോയാൽ, അതായത് ഒരാൾ അതിലൂടെ പാസ് ചെയ്താൽ ഈ സെൻസറിലോട്ട് അടിക്കുന്നത് നിൽക്കും. അപ്പോൾ അത് അലാം അടിക്കും, അതായത് ശബ്ദം ഉണ്ടാക്കും. ഇതിൽ യൂസ് ചെയ്യേണ്ടത് ലാസറാണ്. പക്ഷേ അത് കിട്ടാത്തത് കാരണം ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് ടോർച്ച് യൂസ് ചെയ്ത് കണ്ടാണ് നിങ്ങൾക്കിത് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ചെറിയ റേറ്റിൽ നിന്ന് കിട്ടുന്ന ലാസർ യൂസ് ചെയ്യാതിരിക്കുക. അത് അത്രക്കും ഡിസ്റ്റൻസിൽ വെക്കാൻ പറ്റില്ല, അത് വെർത്തായിട്ടൊരു യൂസിങ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ലാസർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ടോർച്ചാണെങ്കിലും എനിക്കൊരു കള്ളം വന്ന് ടോർച്ച് കിട്ടിയെന്ന് പറഞ്ഞാലും ഇത് ശബ്ദം ഉണ്ടാക്കും. വർക്കിങ്ങിൽ യാതൊരു ക്വാളിറ്റി ലൂസും ഉണ്ടാവില്ല. അപ്പോൾ വേഗം വീഡിയോ ഇട്ട് കിടക്കാം. വെൽക്കം ബാക്ക് ടെക് ബ്ലോഗ്. ഈ സർക്യൂട്ട് ഉണ്ടാക്കാനുള്ള കമ്പോണൻസ് 100 രൂപക്കുള്ളിൽ വരുന്നുള്ളൂ. ഓക്കെ, ആദ്യത്തെ കമ്പോണൻസ് 6 വോൾട്ട് റിലേ. ഇനി രണ്ടാമത്തെ കമ്പോണൻസ് സെൻസർ, LDR ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ എന്ന് പറയും. ഓക്കെ, മൂന്നാമതായിട്ട് 330 ഓംസിൻ്റെ റെസിസ്റ്റർ. നാലാമതായിട്ട് BC547 ട്രാൻസിസ്റ്റർ. ഓക്കെ, റിലേക്ക് 5 ലെഗാണ് ഉള്ളത്. ഞാനിപ്പോൾ വെക്കുന്നത് 3 ലെഗ് മുകളിലും 2 ലെഗ് താഴെയും വരുന്ന രൂപത്തിലാണ് വെക്കുന്നത്. ഇനി ട്രാൻസിസ്റ്റർ, ഇതിന് 3 ലെഗാണ് വരുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ 8 വരുന്ന ഭാഗം ഫേസിന് നേരെയാക്കി പിടിച്ചാൽ ലെഫ്റ്റ് ലെഗ് റിലേയുടെ 3 ലെഗ് വരുന്ന ഭാഗത്ത്, അതായത് മുകളിൽ റൈറ്റ് ലെഗിൽ ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, ഇനി റെസിസ്റ്റർ ട്രാൻസിസ്റ്ററിൻ്റെ റൈറ്റ് ലെഗിലും സെൻട്രൽ ലെഗിലും ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, ഇനി സെൻസറിന് 2 ലെഗാണ് ഉള്ളത്. ഇതിന് പൊലാരിറ്റി ഒന്നും ഇല്ല. സെൻസറിൻ്റെ ഒരു ലെഗ് റിലേയുടെ 3 ലെഗ് വരുന്ന ഭാഗത്ത്, അതായത് മുകളിൽ ലെഫ്റ്റ് ലെഗിലും സെൻട്രൽ ലെഗിലും ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇനി രണ്ടാമത്തെ ലെഗ് ട്രാൻസിസ്റ്ററിൻ്റെ സെൻട്രൽ ലെഗുമായി ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇനി 5 വോൾട്ട് ചാർജിംഗ് ബോർഡ്, ഇതിൽ ചാർജറിൻ്റെ സോക്കറ്റ് വരുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് സർക്യൂട്ടിലോട്ട് പവർ ചെയ്യുന്നത്. ഇതിൽ പോസിറ്റീവും നെഗറ്റീവും ബോർഡിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് റിലേയുടെ 3 ലെഗ് വരുന്ന ഭാഗത്ത്, അതായത് മുകളിൽ ലെഫ്റ്റ് ലെഗിലും, നെഗറ്റീവ് ട്രാൻസിസ്റ്ററിൻ്റെ റൈറ്റ് ലെഗിലും ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, ഇനി ബസർ, ഇതാണ് അലാം അടിക്കുന്നത്, അതായത് ശബ്ദം നൽകുന്നത്. ഇതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് റിലേയുടെ 2 ലെഗ് വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് ലെഗിലും, നെഗറ്റീവ് ട്രാൻസിസ്റ്ററിൻ്റെ റൈറ്റ് ലെഗിലും ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. സർക്യൂട്ട് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ടോർച്ച് യൂസ് ചെയ്ത് ചെക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ലേസർ ആഡ് ചെയ്യാം, അതായത് ഈ സർക്യൂട്ടിൽ തന്നെ ലേസറും കൂടി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഈ സർക്യൂട്ടിലോട്ട് ഈ ലാസർ അടിക്കും. അത് കട്ട് ചെയ്താൽ ഈ ശബ്ദം നിൽക്കില്ല. പിന്നെ അത് ശബ്ദം നിൽക്കണമെങ്കിൽ നമ്മൾ ആ സർക്യൂട്ടിലോട്ട്, അതായത് ആ സെൻസറിലോട്ട് പ്രകാശിക്കണ എന്തെങ്കിലും, അതായത് ടോർച്ചോ അങ്ങനെ എന്തെങ്കിലും അടിച്ചാൽ ഇത് പഴയ പോലെ ആവുകയുള്ളൂ. അങ്ങനെ ഒരു ഗുണം ഉണ്ടാകും. അപ്പോൾ ഇനി ആ ലാസർ എങ്ങനെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. എടുക്കുന്നത് ലാസറിൻ്റെ കണക്ഷനാണ്. ലാസറിൻ്റെ പോസിറ്റീവ് റിലേയുടെ 3 ലെഗ് വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് ലെഗിലും, നെഗറ്റീവ് റിലേയുടെ 3 ലെഗ് വരുന്ന ഭാഗത്ത് റൈറ്റ് ലെഗിലും ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, ഈ ലാസർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത് മാത്രം കാണിക്കുന്നുള്ളൂ. ഇതുപോലത്തെ ലാസർ യൂസ് ചെയ്യാതിരിക്കുക, പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് കിട്ടില്ല. ആദ്യമായി ഈ ലാസറിൻ്റെ ബോഡി പകുതി കട്ട് ചെയ്തെടുക്കുക. ഇനി അതിനുള്ളിലെ ബോർഡ് പുറത്തെടുത്തതിന് ശേഷം ഇതിൽ 2 LED എക്സ്ട്രാ ഉണ്ട്, അത് റിമൂവ് ചെയ്തെടുക്കുക. ഓക്കെ, റിമൂവ് ചെയ്തതിന് ശേഷം ഇനി ലാസറിൻ്റെ സ്വിച്ച് ഷോർട്ട് ചെയ്തെടുക്കുക. സ്വിച്ചിൻ്റെ ആവശ്യമില്ല. ഇതിൽ 2 സ്വിച്ച് വരുന്നുണ്ട്, ലാസറിൻ്റെയും 2 LEDയുടെയും. അങ്ങനെ 2 സ്വിച്ച് വരുന്നുണ്ട്. ഇതിൽ ലാസറിൻ്റെ സ്വിച്ച് ഷോർട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ഈ ബോർഡിൽ സ്പ്രിങ് വരുന്നുണ്ട്, അത് റിമൂവ് ചെയ്തെടുക്കുക. അതാണ് ഈ ബോർഡിലെ നെഗറ്റീവ്. ഇനി പോസിറ്റീവ്, ഈ ലാസറിൻ്റെ ബോഡിയാണ് വരുന്നത്. പോസിറ്റീവ് ബോഡി സ്ക്രാച്ച് ചെയ്ത് എടുക്കും. ഇനി സർക്യൂട്ടുമായി ലാസർ കണക്ട് ചെയ്തെടുക്കുക. ആദ്യം എടുത്തു വെച്ച കണക്ഷനുമായി കണക്ട് ചെയ്തെടുക്കുക.
ഓക്കെ, മേക്കിംഗ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് സെറ്റപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതായത് ഇത് കുറച്ചൊന്ന് അലൈൻ ചെയ്ത് വെക്കാനുണ്ടാകും. എനിക്ക് ലാസർ കിട്ടിയില്ല, അപ്പോൾ ഞാൻ ടോർച്ച് യൂസ് ചെയ്ത് അതൊന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീട്ടിലോട്ടൊന്ന് കള്ളം കയറുന്നതും ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത്രാണ്ട് ചിന്തിക്കേണ്ട. താഴത്തോട്ട് മൊബൈലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. രാത്രിയാണ്, അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ലോസും ഉണ്ടാകും. അപ്പം വേഗം വീഡിയോട്ട് എടുക്കും. Rest in peace. ഓക്കെ, വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും വീട്ടിലും കള്ളം കയറുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. കയറുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ബൈ.